എന്താ അവർ പറയുന്നത്? അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്ന ദീന് പഠിപ്പിക്കുകയാണോ? എന്നെ ദീന് പഠിപ്പിക്കുകയോ ആകാശഭൂമികളിലുള്ള സ്വകാര്യങ്ങൾ, രഹസ്യങ്ങൾ നിങ്ങൾ എനിക്ക് പകർന്നു തരികയോ എന്ന് ചോദിക്കേണ്ട അള്ളാഹു. അവരെന്നെ ദീന് പഠിപ്പിക്കുകയാണോ? ഇന്നിപ്പോ അതാ അവസ്ഥ. അള്ളാഹിനെ ദീന് പഠിപ്പിക്കുക സത്യസന്ധമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, 3 നൂറ്റാണ്ടിന് ശേഷമാണ് നബിദിനം വരിക എന്ന് പറയാ. എന്നിട്ട് പറയാ 40 ആയത്ത് നബിദിനത്തിന് തെളിവുണ്ട്. ഈ വൈരുദ്ധ്യങ്ങളും ചിന്തിക്ക്. ഏത് 3 കൊല്ലത്തിന് ശേഷമാണ് നബിദിനം ഉണ്ടായതെന്ന് പറയാ. 40 ആയത്ത് ഖുർആനിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഖുർആന്റെ നിഷേധികളായിരുന്നോ മുഹമ്മദ് നബി? നബിദിനം കഴിക്കാൻ 40 ആയത്തുണ്ടായിട്ട് മുത്തുനബിക്ക് മനസ്സിലായില്ലെന്നോ? അംസക്കോയ ബാക്കവിയുടെ പുസ്തകത്തിലാ 40 ആയത്ത് ഉദ്ധരിക്കുന്നത്. 40 ഖുർആനിക വചനം ഒരു മഹാപണ്ഡിതന്റെ ഗ്രന്ഥത്തിൽ. എന്തിന്? നബിദിനം കഴിക്കാൻ തെളിവുണ്ട്. എന്നിട്ട് അതേ നാവുകൊണ്ട് പറയണത് 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായതാണ്. അപ്പൊ ഈ 40 ആയത്തിൽ ഒരൊറ്റ ആയത്ത് നബിദിനം കഴിക്കാനാണെന്ന് മുത്തുനബിക്ക് മനസ്സിലായില്ല, ജിബ്രീലിന് മനസ്സിലായില്ല, അബൂബക്കർ സിദ്ദീഖിന് മനസ്സിലായില്ല, ഉമർ ഇബ്നു ഖത്താബിന് മനസ്സിലായില്ല. അബൂബക്കർ ജന്ന, ഉമറു ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, സുബൈറും ഫിൽ ജന്ന, ത്വൽഹത്തും ഫിൽ ജന്ന എന്ന് എണ്ണി പറഞ്ഞ അവരൊക്കെ ആർക്കും എത്ര ദുഃഖകരമായ, എത്ര വേദനാജനകമായ കാര്യമാണ് പറയുന്നത്. എവിടെയാ അതൊക്കെ കൊള്ളുന്നത്? വിമർശിക്കുന്നത് സെൽഫിലാന്നാ വിചാരിക്കുന്നത്. സെൽഫുകളെ അല്ല മനുഷ്യരെ, വിമർശിക്കുന്നത് മുത്തുനബിയെയാണ്. നിങ്ങൾ നിന്ദിക്കുന്നത് മുത്തുനബിയെയാണ്. നിങ്ങൾ അറിവില്ലാത്തവനെന്ന് വിളിച്ചത് നബിയെയാണ്. ദുനിയാവിൽ നബിക്ക് പലതും അറിഞ്ഞുകൂടായിരുന്നു, ദുനിയാവിന്റെ കാര്യം. അതുകൊണ്ടാണ് അൻതും നിങ്ങളാണ് അഅലമു അറിയുന്നവർ ബി ഉമൂരി ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യം. റസൂൽ പറയോ നിങ്ങളുടെ ദീന്റെ കാര്യം നിങ്ങൾക്ക് എന്നെക്കാൾ അറിവ്?